തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം തുടരുന്നു. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്ന UDF നേതാക്കളുടെ പ്രതികരണങ്ങൾ സർക്കാരും CPIയും തള്ളി. ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ AI നിർമ്മിതമാകുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. BJPയും RSSുമായി CPIMന്റെ ബാന്ധവം പുറത്തുവന്നുവെന്ന് UDF വിമർശിച്ചു. ആഗോള അയ്യപ്പ സംഗമവേദിയിലെ ഒഴിഞ്ഞ കസേരകൾ ചൂണ്ടിക്കാട്ടി സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചാരണം തുടരുകയാണ്. അയ്യപ്പ സംഗമം വൻ പരാജയമാണെന്നാണ് UDFന്റെയും BJPയുടെയും വിമർശനം. ഇത് കള്ളപ്രചാരണമാണെന്ന് സർക്കാരും CPIയും. ഒഴിഞ്ഞ കസേരകളുടെ ചിത്രം AI നിർമ്മിതമാണെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഓരോ സെഷനിലും 1000 ആൾ പങ്കെടുക്കണമെന്ന നിങ്ങൾക്ക് എന്തെല്ലാം സെഷൻ എടുക്കാൻ പറ്റും, നിങ്ങൾ കാണിക്കാൻ പറ്റും. വേണമെങ്കിൽ AI ഉപയോഗിക്കാം, നിങ്ങൾക്ക് AI ഉപയോഗിക്കാം, നിങ്ങളെല്ലാം ഉണ്ടാക്കും. അതിന് സംശയം. സംഗമത്തിൽ 4126 പേർ പങ്കെടുത്തെന്നാണ് സർക്കാർ വാദം. രജിസ്ട്രേഷൻ നടത്തി നമ്പർ എണ്ണിയ കണക്കാണെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. മുഖ്യമന്ത്രിയുടെ പ്രസംഗശേഷം പ്രതിനിധികൾ വിവിധ സെഷനുകളിൽ പങ്കെടുക്കാനായി പോയതാണെന്നും മന്ത്രി. ഇതിനെ വിവാദമാക്കാൻ പറ്റുമെന്ന് പല രൂപത്തിൽ പരിശ്രമിച്ചു, അസംബ്ലി വരെ പരിശ്രമിച്ചു, നടന്നില്ല. അപ്പം പിന്നെ അതിൻ്റെ വിഷമങ്ങൾ ഓരോ തരത്തിൽ അവർ തീർത്തുകൊണ്ടിരിക്കുക. ആ വിഷമങ്ങൾ ഇങ്ങനെ നമ്മൾ പറയല്ലേ, കുശുമ്പിനും അസൂയയ്ക്കും മരുന്നില്ല, കഷണ്ടിക്കൊന്നും മരുന്നില്ല. സംഗമത്തിൽ യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പിന് വോട്ട് തട്ടാനുള്ള കാപട്യമെന്ന് നേതാക്കൾ. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിന് ആളുകളെ വോട്ട് തട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപട്യം നിറഞ്ഞ നടപടി മാത്രമായിരുന്നു ആഗോള സംഗമം. കേന്ദ്ര BJP നേതൃത്വവും കേരള CPM നേതൃത്വവും തമ്മിലുള്ള അവിഹിത രാഷ്ട്രീയ ബന്ധം മറനീക്കി പുറത്തു വരുന്നതിന് തുല്യമാണ്. വിശ്വാസം അഭിനയിക്കുന്നവരെ നാട് ഭയക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. അതേസമയം അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള വിവിധ കമ്മിറ്റി റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുമെന്ന് ദേവസ്വം വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.